ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ ഇൻഫർമേഷനാണ്, എന്നും പറയുന്ന പോലെ ഒരു സ്പെഷ്യൽ ഇൻഫർമേഷൻ തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. അതായത് RBI അപ്രൂവ്ഡുള്ള ഒരു കിടിലം NBFC ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു ആപ്പ് ചെയ്തിരുന്നു. ആ സമയത്ത് ഈ ഒരു ആപ്പ് തരുന്നത് സാലറി ഇല്ലാത്തവർക്ക് 500, 1000, 1500, 2000 ഇത്രയും എമൗണ്ടാണ് തരുന്നത്. പക്ഷേ ഇന്ന് ഈ ആപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഏകദേശം സാലറി ഇല്ലാത്തവർക്ക് 10,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ സാലറി ഉള്ളവർക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ബാങ്കിങ് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കും. 50,000, 1,00,000 രൂപ ആ ഒരു റേഞ്ചിൽ ലഭിക്കും. പിന്നെ അതായത് മാസ പലിശ വരുന്നത് 3% മുതൽ 5% വരെയാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും അതുപോലെ തന്നെ ബാങ്കിങ്ങും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇത് നമുക്ക് വളരെ ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇന്ത്യൻ ആപ്പ് തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. RBI അപ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ആപ്പിൽ നമുക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഞാൻ അധികം കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ആപ്പിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് നിങ്ങൾ ചെയ്യുക. അത് കുറച്ച് ബേസിക് കാര്യങ്ങൾ ആദ്യം ഫില്ല് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഡൗട്ട് വരും. അത് മാത്രം നിങ്ങൾ ക്ലിയർ ചെയ്താൽ മാത്രം മതി. വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ദി ഡോക്യുമെൻറ്റ്സ് എന്ന ഓപ്ഷൻ വരും. ആദ്യമേ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യണം, OTP കൊടുത്ത് ലോഗിൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ദി ഡോക്യുമെൻറ്റ്സ് എന്ന ഓപ്ഷൻ വരും. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് പ്ലീസ് സെലക്ട് യുവർ മെറിറ്റൽ സ്റ്റാറ്റസ്. ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ മാരീഡ് ആണോ സിംഗിൾ ആണോ കൊടുക്കുക, അത് നിങ്ങളിവിടെ കൊടുക്കുക. നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിൽക്കുന്ന ഏതാണോ ആ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. ഇത് പ്രസൻറ്റ് അഡ്രസ്സ് കൊടുക്കരുത്, മീൻസ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കരുത്, റിജക്റ്റായി പോവും. അവർ ഒരു ലൊക്കേഷൻ ട്രാക്ക് ചെയ്യും. അപ്പോൾ കറണ്ട് അഡ്രസ്സ് മാത്രം നിങ്ങൾ കൊടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്ന് എറണാകുളത്താണ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എറണാകുളത്തെ അഡ്രസ്സ് തന്നെ കൊടുക്കുക. അപ്രൂവൽ ആകാനും കൂടുതൽ എളുപ്പമാകും. ഓക്കെ, പിൻകോഡും അതേ നോക്കി തന്നെ കൊടുക്കുക. ചില ആൾക്കാർ പിൻകോഡ് തെറ്റായിട്ടൊക്കെ കൊടുക്കും. ചില സമയങ്ങളിൽ ഭൂരിഭാഗം പേര് പിൻകോഡ് തെറ്റായി പോവും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആപ്പുകളിൽ നമ്മൾ ഈ ഒരു RBI അപ്രൂവ്ഡുള്ള ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരു പിൻകോഡ് പ്രാവശ്യം കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എൻ്റർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എഡിറ്റ് ചെയ്ത് തിരിച്ച് വരണം. ചില ആപ്പുകൾ ഈസി തന്നെയായിരിക്കും. ഇനി ചൂസ് യുവർ ലാംഗ്വേജ്. ഈ ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നത് മാൻഡറ്ററി ആണ്. കാരണം എല്ലാവർക്കും ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നും അറിയണമെന്നില്ല. അപ്പോൾ നമ്മളുടെ ലാംഗ്വേജ് തന്നെ ഉണ്ടെങ്കിൽ അതിന് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇനി ഈ ഒരു ഓപ്ഷനിൽ മിക്കുള്ളവർക്കും തെറ്റിപ്പോകും. യുവർ രജിസ്റ്റേർഡ് വാട്സപ്പ് നമ്പർ ഈസ് യുവർ വാട്സപ്പ് നമ്പർ സെയിം ആസ് യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. ഈ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പോക്കറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പർ തന്നെയാണോ വാട്സപ്പിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും അത് നോക്കണം. അത് ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാകും, വെരിഫിക്കേഷനായി കിട്ടില്ല. അപ്പോൾ കറക്റ്റ് നിങ്ങൾ ഈ ഒരു ആപ്പിൽ നിങ്ങൾ ചെയ്ത മൊബൈൽ നമ്പർ തന്നെ വാട്സപ്പ് നമ്പറായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ റിജക്റ്റായി പോകും. അതിനുശേഷം വെരിഫൈ വാട്സപ്പ് നമ്പർ എന്ന ഓപ്ഷൻ കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് കൺസെൻ്റ് ആണ്, അത് വായിച്ച് നോക്കിയതിന് ശേഷം ടിക്ക് ചെയ്ത് നെക്സ്റ്റ് ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഇനി അടുത്ത പേജിൽ വരും. അടുത്ത പേജിൽ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും മറ്റ് ഡീറ്റെയിൽസും എല്ലാം കൊടുക്കാനാണ്. അതെല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കുക. പിന്നെ മാൻഡേറ്റ് നമുക്കറിയാമല്ലോ, ജസ്റ്റ് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് വളരെ സിമ്പിളാണ്. ഞാനത് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതാണ് എനിക്ക് കാണിക്കാൻ കഴിയാത്തത്. ഇനി നമ്മൾ മുമ്പ് പറയുന്ന പോലെ നമുക്ക് ഡിജിറ്റൽ പ്രോസസ്സാണ്. നിങ്ങൾ ബാങ്കിലോ വേറെ ഏതെങ്കിലും ഓഫീസിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈലിൽ വെച്ച് നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവരുടെ ഹെൽപ്പ് ഡെസ്ക്കും മറ്റ് കസ്റ്റമർ കെയറും കാര്യങ്ങളും എല്ലാം വളരെ സപ്പോർട്ടീവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ആ ഒരു സ്പോട്ടിൽ തന്നെ റിസോൾവ് ചെയ്യും. അതുകൊണ്ടാണ് ഞാനൊരു ആപ്പിന് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഞാൻ ഓൾറെഡി എടുത്തു, എനിക്ക് ചെറിയ ഇഷ്യൂസ് വന്നു. അപ്പോൾ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചു, അവർ സ്പോട്ടിൽ തന്നെ ആ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ആപ്പിൽ നിന്ന്, ഇങ്ങനെയുള്ള ആപ്പിൽ നിന്നും RBI അപ്രൂവ്ഡ് ആപ്പിൽ നിന്നും എടുത്തതിന് ശേഷം അത് അടയ്ക്കാതിരിക്കരുത്. അടയ്ക്കുക തന്നെ വേണം. അത് റിജക്ട് മീൻസ് നിങ്ങൾക്ക് സിബിൽ ഇഷ്യൂ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിൽ ലോൺ കിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ചാനലിലുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് സിബിൽ സ്കോർ ഇല്ലാതെ ലോൺ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേര് അയക്കുന്നുണ്ട്. അപ്പോൾ ചില കേസുകൾ ചില സമയങ്ങളിൽ ഞാൻ ഹെൽപ്ലെസ് ആയിരിക്കും. അങ്ങനെ സിബിൽ സ്കോർ ഇല്ലാതെ ലോൺ കൊടുക്കുന്ന അപൂർവമായിട്ടുള്ള ആപ്ലിക്കേഷനേ ഉള്ളൂ. അങ്ങനെ അധികം കൊടുക്കാറില്ല. അപ്പോൾ സിബിൽ സ്കോർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതൊരു നല്ലൊരു പേഴ്സണാലിറ്റിയുടെ അർത്ഥം. നിങ്ങൾക്ക് നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഗുഡ് പേഴ്സണാലിറ്റി എന്നാണ് ബാങ്ക് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇവർ പറയുന്നത് ഫണ്ട് ഒരു 5 മിനിറ്റിലും വരും എന്നാണ് പറയുന്നത്. പക്ഷേ 5 മിനിറ്റ് അല്ല, ഏകദേശം അരമണിക്കൂറാകും. 5 മിനിറ്റ് എന്നാണ് ഞാനും ചെയ്തത്. പക്ഷേ അരമണിക്കൂർ കൂടുതലാകും. നിങ്ങൾക്ക്
ഓൺ ദി സ്പോട്ടിൽ ഫണ്ട് കിട്ടും. ഇതിൽ പ്രത്യേകം എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഈ ഒരു 10,000 ആ റേഞ്ചിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി. ചില ആൾക്കാർക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 10,000 25,000 കാണിക്കും ആധാർ കാർഡും പാൻ കാർഡും വെച്ച്. അത് ഓരോ പ്രൊഫൈലിനും ഓരോ മീൻസ് അവരുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അവരുടെ ബാങ്കിങ് കൂടുതലാണെങ്കിലും സിബിൽ സ്കോർ കൂടുതലാണെങ്കിലും കൂടുതൽ തുക കിട്ടും. ഓക്കെ. പിന്നെ സാലറി ഉള്ളവർക്ക് ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് മീൻസ് നിങ്ങൾക്ക് 10 രൂപ സാലറി ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 50,000 കിട്ടും, 60,000 കിട്ടും. അത് നിങ്ങളുടെ എന്താണോ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യുക. ഫില്ല് ചെയ്യുമ്പോൾ ക്ലിയറായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ സിമ്പിളൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ അത്രയും വേഗം ചെയ്തു പോയത്, മീൻസ് പറഞ്ഞു പോയത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ട് കയറി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.